എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അങ്ങനെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് വീണ്ടും ഓൾ ടൈം ഹൈയിലോട്ട് എത്തിയിരിക്കുകയാണ്. 92,89,787 രൂപയാണ് ഇന്ന് ഒരു ബിറ്റ്കോയിൻ്റെ വില. ഓൾ ടൈം ഹൈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 95,59,000 രൂപ വരെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് മെയ് 22-ാം തീയതി മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അല്ലേ. അതിനുശേഷം ഇന്നലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഒരു കറക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, ട്രംപ് പുതുതായിട്ട് വീണ്ടും ഒരു 50% താരിഫ് യൂറോപ്യൻ യൂണിയൻ്റെ മീതെ ചുമത്തിയിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ഷോർട്ട് ടൈം പാനിക്കാണ് ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ചെറിയ രീതിയിലുള്ള ഒരു കറക്ഷൻ. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഓൾമോസ്റ്റ് ഒരു 1% ഒക്കെയാണ് താഴോട്ട് വന്നിട്ടുള്ളത്. അത് കാരണം കൊണ്ട് തന്നെ അടുത്ത ട്യൂസ്ഡേ ആണ് ഇനി US സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോഴേക്കും ഈ ഒരു ചെറിയൊരു കറക്ഷന് കാര്യങ്ങളൊക്കെ റിക്കവർ ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഓക്കെ, സോ ഡോളർ ടേംസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 1,11,980 ഇപ്പം നിലവിൽ ഡോളർ ടേംസിൽ ബിറ്റ്കോയിൻ്റെ ഓൾ ടൈം ഹൈ. സോ ഇപ്പം നിലവിൽ 1,08,722 ഒരു ബിറ്റ്കോയിൻ ട്രേഡ് ചെയ്യുന്നത്. സോ നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ ഒരു ബുൾ മാർക്കറ്റ് ഒന്നും തീർന്നിട്ടില്ല എന്നുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു കറക്ഷനിലൊക്കെ പല ആളുകളും ഈ ഒരു ബുൾ മാർക്കറ്റൊക്കെ തീർന്നു എന്ന് വിധി എഴുതിയ ആ ഒരു സമയത്ത് പോലും നമ്മൾ വളരെ അഗ്രസീവായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കറക്ഷൻ കാര്യങ്ങളൊക്കെ റിക്കവർ ആയി ബിറ്റ്കോയിൻ വീണ്ടും ഈ ഒരു ബുൾ മാർക്കറ്റ് റാലി കണ്ടിന്യൂ ചെയ്യും എന്ന്. സോ എക്സാക്ട്ലി അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ April 7 കഴിഞ്ഞതിന് ശേഷം കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 7ാമത്തെ ആഴ്ചയാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് മാത്രം പോകുന്നത്. ബിറ്റ്കോയിൻ്റെ ചരിത്രത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ഷോർട്ടസ്റ്റ് റിക്കവറിയാണ് ഈ ഒരു 30% കറക്ഷനിൽ നിന്നും ഇപ്പോൾ റിക്കവർ ആയിട്ട് ഓൾ ടൈം ഹൈയിലോട്ട് എത്തിയിരിക്കുന്നത്. ഏകദേശം 10-35 ദിവസം കൊണ്ടാണ് ഈ ഒരു $74,500 നിന്നും ഇപ്പോൾ നിലവിൽ 1,08,000 മുകളിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അത് മാത്രമല്ല ഇവിടെ നമ്മൾ ഗോൾഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു കിലോ ഗോൾഡിന് ഇന്ന് $1,07,000 എന്നുണ്ടെങ്കിൽ ഒരു ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഒരു കിലോ ഗോൾഡിനേക്കാളും മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓൾ ടൈം ഹൈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ $1,11,980 ഓൾ ടൈം ഹൈ. ഓക്കെ, അത് മാത്രമല്ല കഴിഞ്ഞൊരു 1 ഇയർ ആയിട്ട് ഗോൾഡിൻ്റെ റിട്ടേൺ ഏകദേശം ഒരു 44% കൂടിയപ്പോൾ ബിറ്റ്കോയിൻ്റെ ലാസ്റ്റ് 1 ഇയർ റിട്ടേൺ ഏകദേശം 65%-ന് മുകളിലാണ്. സോ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ് വീണ്ടും പറയാനുള്ളത്, അടുത്തൊരു 10 to 20 ഇയേഴ്സ് എങ്കിലും മിനിമം ബിറ്റ്കോയിൻ്റെ പ്രൈസ് ബാക്കിയുള്ള എല്ലാ അസറ്റ് ക്ലാസ്സിനെയും വളരെ വലിയ രീതിയിൽ ഔട്ട് പെർഫോം ചെയ്യാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിലുണ്ട്. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് അത്രയും വലിയ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഗ്ലോബലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മാത്രമല്ല, നിങ്ങൾ ലോങ് ടേം ആയിട്ട് ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഡേ ടു ഡേ പ്രൈസിലൊന്നും നോക്കാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മളൊരു 3 to 5 ഇയർ പീരീഡിലെല്ലാം ഒരു 3 to 5 ഇയർ പീരീഡായിട്ട് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മറ്റുള്ള എല്ലാ അസറ്റ് ക്ലാസ്സിനെയും വളരെ വലിയ രീതിയിലാണ് ബിറ്റ്കോയിൻ ഔട്ട് പെർഫോം ചെയ്യുന്നത്. ഈവൻ ഒരു ചെറിയൊരു എമൗണ്ട് ആണ് എന്നുണ്ടെങ്കിലും നമ്മൾ എല്ലാ മാസവും ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള അസറ്റ് ക്ലാസ്സിൽ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റോ മ്യൂച്വൽ ഫണ്ടോ ഗോൾഡിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ ഒരു വലിയൊരു വെൽത്തായിട്ട് മാറുന്നത് നമ്മൾ ഈ ചെറിയൊരു എമൗണ്ട് ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അത് കാരണം കൊണ്ട് തന്നെ നമ്മളൊരു യങ് ഏജിലൊക്കെ ഉള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു നമ്മുടെ യങ് ഏജിൽ തന്നെ നമുക്ക് റിട്ടയർ ആവണം, നമുക്കൊരു ഫൈനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു അസറ്റാണ് ബിറ്റ്കോയിൻ. എസ്പെഷ്യലി ഇപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കാണുന്ന മെജോറിറ്റി ആളുകളും ഗൾഫിലുള്ള ആളുകളാണ്. അപ്പോൾ UAE-യിലേക്കുള്ള ആളുകൾ, ഗൾഫിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇല്ല, വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ആണ്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു 3 to 5 ഇയർ പീരീഡിൽ നമുക്ക് ഒരു 9 to 5 ജോബ് കാര്യങ്ങളെല്ലാം ഒഴിവാക്കി റിട്ടയർ ആവാനുള്ള ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു അസറ്റാണ് ബിറ്റ്കോയിൻ. അറ്റ്ലീസ്റ്റ് നാട്ടിലുള്ള ആളുകൾക്കൊക്കെ ഒരു എക്സ്ക്യൂസ് എങ്കിലും ഉണ്ട് അല്ല, അവിടെ ഹയർ ടാക്സ് ഉണ്ട്, ഗവൺമെൻറ് കാര്യങ്ങൾ അത്ര സപ്പോർട്ടീവ് അല്ല. പക്ഷേ UAE-നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒട്ടുമിക്ക ക്രിപ്റ്റോ കമ്പനികളും ഒക്കെ ഗവൺമെൻറ് സപ്പോർട്ടഡ് ആണ്. ഗ്ലോബലി തന്നെ ഒരുപാട് ക്രിപ്റ്റോ കമ്പനികൾ UAE-യിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണോ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതേ ഒരു ലാഘവത്തോടുകൂടെ അതേ ഒരു ഈസി ആയിട്ട് നമുക്ക് കോയിനിലും ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് UAE-യിലൊക്കെ ഉള്ള ആളുകൾക്ക് പറ്റും. സോ ബിറ്റ്കോയിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. ഇനി ബിറ്റ്കോയിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരാളുടെ സപ്പോർട്ട് കൂടി പഠിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. coinsats.io എന്നുള്ള വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഏകദേശം ഒരു 5-6 മണിക്കൂർ ലെങ്തി ആയിട്ടുള്ള ബിറ്റ്കോയിൻ്റെ ബേസിക്സ് മുതൽക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു റിട്ടയർമെൻറ്റ് കോഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ സ്വയം പഠിച്ച് നിങ്ങൾക്ക് തന്നെ വേറെ ഒരാളുടെ സഹായം ഇല്ലാതെ തന്നെ ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്ത്
ഒരു ലോങ് ടേമിൽ ഒരു വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ അങ്ങനെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഓൾ ടൈം ഹൈയിലോട്ട് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു ടാർഗറ്റ് കാര്യങ്ങളൊക്കെ അതേപോലെ ആ ഒരു ടൈം ഫ്രെയിമിൽ തന്നെ അച്ചീവ് ചെയ്ത് വരുന്നുണ്ട്. അല്ല, അപ്പോൾ ഏപ്രിലിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് $90,000 എത്തും എന്നുള്ളതാണ്. $90,000 എത്തി. $100,000 മെയിലെത്തും എന്നുള്ളതായിരുന്നു. $100,000 കടന്ന് ഇപ്പോൾ $1,11,000 ബിറ്റ്കോയിൻ ട്രേഡ് ചെയ്യുന്നത്. സോ ഹോപ്പ്ഫുള്ളി അടുത്ത നമ്മുടെ മേജർ ആയിട്ടുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത് ബൈ ദ എൻഡ് ഓഫ് ജൂലൈയോട് കൂടിയിട്ട് തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് $1,50,000 എത്തും എന്നുള്ളതാണ്. സോ ആ ഒരു $1,50,000 ബൈ ദ എൻഡ് ഓഫ് ജൂലൈയോട് കൂടിയിട്ട് തന്നെ എത്തും എന്നുള്ളത് തന്നെയാണ് എൻ്റെ എക്സ്പെക്ടേഷൻ. സോ ഹോപ്പ്ഫുള്ളി നമ്മൾ ആ ഒരു ടാർഗറ്റും അച്ചീവ് ചെയ്യുന്നതായിരിക്കും. സോ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് എപ്പോഴാണ് മേജർ ആയിട്ടുള്ളൊരു കറക്ഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്. സോ ബിറ്റ്കോയിൻ ഇപ്പോൾ കഴിഞ്ഞ ഒരു 7 ആഴ്ചയായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് മുകളിലോട്ട് തന്നെ പോവാണ് അല്ലേ. അപ്പോൾ അടുത്തതായിട്ടുള്ളൊരു കറക്ഷൻ ഉണ്ടാവുക, ഒരു പുൾ ബാക്ക് ഉണ്ടാവുക എന്നുള്ളത് പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ്. സോ തീർച്ചയായിട്ടും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ബിറ്റ്കോയിൻ ഒരു 1,17,000 അല്ലെങ്കിൽ ഒരു 1,20,000 ആ ഒരു റേഞ്ചിലൊക്കെ നല്ലൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ അത് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കറക്ഷൻ ഉണ്ടായതിനു ശേഷം കുറച്ച് ദിവസം സൈഡ് വൈസ് ആയിട്ട് നിന്നതിന് ശേഷം ആയിരിക്കും ബിറ്റ്കോയിൻ അടുത്ത ഒരു മൂവ്മെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ കാരണം നമ്മൾ എപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ബിറ്റ്കോയിൻ പ്രൈസ് ഒരു സഡൻ ആയിട്ട് പെട്ടെന്ന് കുറച്ച് ദിവസങ്ങൾ മുകളിലോട്ട് പോയാൽ എന്തായാലും കുറച്ച് ദിവസം ഒന്ന് സൈഡ് വൈസ് ആയിട്ട് അല്ലെങ്കിൽ നല്ല രീതിക്കൊന്ന് താഴോട്ട് വന്നിട്ടായിരിക്കും വീണ്ടും മുകളിലോട്ട് പോകാൻ തുടങ്ങുക. സോ അടുത്തതായിട്ടൊരു കറക്ഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു റേഞ്ചിലായിരിക്കും. 1,17,000 അല്ലെങ്കിൽ 1,20,000 ആ ഒരു ടൈമിൽ ആയിരിക്കും അടുത്തൊരു കറക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത. അത് കഴിഞ്ഞിട്ട് ഒരു മേജർ കറക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത $1,50,000 എത്തുമ്പോൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിനൊരു പുൾ ബാക്ക് ഉണ്ടാവുമോ എന്നുള്ളതിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം. അടുത്തതായിട്ട് ഇപ്പോൾ നിലവിൽ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു സംശയമാണ് എന്തുകൊണ്ടാണ് മൈക്രോ സ്ട്രാറ്റജി ബിറ്റ്കോയിൻ്റെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അണ്ടർ പെർഫോം ചെയ്യുന്നത് എന്നുള്ളത്. അതായത് ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോയിട്ടും എന്തുകൊണ്ടാണ് മൈക്രോ സ്ട്രാറ്റജിയുടെ സ്റ്റോക്ക് സൈഡ് വൈസ് ആയിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ താഴോട്ട് പോകുന്നത് എന്നുള്ളത്. ഇതിനുള്ള ഉത്തരം നമ്മൾ ഒരുപാട് വീഡിയോസിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് മൈക്രോ സ്ട്രാറ്റജി എന്നുള്ള കമ്പനിയുടെ സ്റ്റോക്ക് ബിറ്റ്കോയിനെ ഔട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു ലോങ് ടേം ബെറ്റാണ്. ഒരിക്കലും നിങ്ങളത് ഷോർട്ട് ടേം ആയിട്ട്, അതായത് ബിറ്റ്കോയിൻ ഇന്ന് 1% മുകളിലോട്ട് പോയാൽ മൈക്രോ സ്ട്രാറ്റജി ഇന്ന് തന്നെ ഒരു 3% മുകളിലോട്ട് പോകണം എന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. കാരണം മൈക്രോ സ്ട്രാറ്റജി എന്നുള്ളത് ഒരു സ്റ്റോക്കാണ്. ആ ഒരു കമ്പനി ബിറ്റ്കോയിൻ വാങ്ങുന്നത് ഒരുപാട് ഫൈനാൻഷ്യൽ ലിവറേജ് യൂസ് ചെയ്തിട്ടാണ്. അവർ സ്റ്റോക്ക് സെല് ചെയ്യുന്നുണ്ട്, അവർ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ട്, അവർ STRK STRF എന്നുള്ള മറ്റുള്ള സ്റ്റോക്ക് കാര്യങ്ങൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ബിറ്റ്കോയിൻ മൈക്രോ സ്ട്രാറ്റജിയുടെ സ്റ്റോക്കിന്റെ പ്രൈസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബിറ്റ്കോയിന്റെ പ്രൈസ് കൂടിയിട്ടുള്ള ആ ഒരു റിട്ടേൺ മൈക്രോ സ്ട്രാറ്റജിന്റെ സ്റ്റോക്കിൽ റിഫ്ലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ ബിറ്റ്കോയിന്റെ പ്രൈസ് കൂടുമ്പോൾ ഇന്ന് തന്നെ മൈക്രോ സ്ട്രാറ്റജി കൂടണം എന്നൊരിക്കലും വാശി പിടിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ നമ്മൾ ലോങ് ടേം ആയിട്ടുള്ള ടൈം ഫ്രെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിന്റെ റിട്ടേണേക്കാളും വലിയ രീതിയിലുള്ള ഒരു റിട്ടേൺ ആണ് മൈക്രോ സ്ട്രാറ്റജി. നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിന്റെ പ്രൈസ് ലാസ്റ്റ് 1 ഇയറിൽ 60% കൂടിയപ്പോൾ മൈക്രോ സ്ട്രാറ്റജിയുടെ ലാസ്റ്റ് 1 ഇയർ റിട്ടേൺ എന്ന് പറയുന്നത് 160% അടുത്താണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ലോങ് ടേം ഫ്രെയിമിൽ ഒരു 3 to 6 മന്ത് അല്ലെങ്കിൽ ഒരു 1 ഇയർ ടൈം ഫ്രെയിം ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൈക്രോ സ്ട്രാറ്റജി വളരെ ഈസി ആയിട്ട് ബിറ്റ്കോയിന്റെ പ്രൈസിന് ഔട്ട് പെർഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക. അതേപോലെ തന്നെ നിങ്ങൾ മൈക്രോ സ്ട്രാറ്റജിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് മൈക്രോ സ്ട്രാറ്റജിനെ കുറിച്ച് മുന്നേ ചെയ്തിട്ടുണ്ട്. മൈക്രോ സ്ട്രാറ്റജി എന്താണ്, എങ്ങനെയാണ് അവർ ബിറ്റ്കോയിൻ വാങ്ങിക്കുന്നത്, എന്തുകൊണ്ടാണ് മൈക്രോ സ്ട്രാറ്റജിയുടെ സ്റ്റോക്ക് ബിറ്റ്കോയിന്റെ പ്രൈസിന് ഔട്ട് പെർഫോം ചെയ്യുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം മൈക്രോ സ്ട്രാറ്റജിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അടുത്തതായിട്ടുള്ളൊരു മേജർ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ ലോങ് ടേം ആയിട്ട് ഹോൾഡ് ചെയ്യുന്ന സുയി എന്നുള്ള കോയിൻ കംപ്ലീറ്റ് ആയിട്ട് സെല്ല് ചെയ്തിട്ട് ബിറ്റ്കോയിൻ ആക്കിയിട്ടുണ്ട്. അത് നമ്മൾ ഇന്നലെ ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാമിലെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് സുയി എന്നുള്ള ബ്ലോക്ക് ചെയിനിലെ മെയിൻ ആയിട്ടുള്ള ഒരു ഡെക്സ് ആണ്, ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആണ് സീറ്റസ്. ആ ഒരു സീറ്റസ് എന്നുള്ള ഒരു എക്സ്ചേഞ്ചിൽ ഒരു ഹാക്ക് നടക്കുകയും ഏകദേശം $223 മില്യൺ വർത്ത് ഓഫ് ക്രിപ്റ്റോ കറൻസികൾ ഈ ഒരു ഡെക്സിൽ നിന്ന് ഹാക്കായിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സീറ്റസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സുയിനെ സംബന്ധിച്ചിടത്തോളം ലോങ് ടേമിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, പക്ഷേ ഷോർട്ട് ടേമിൽ ഈ ഒരു ഹാക്ക് നടന്നു എന്നുള്ളൊരു സെന്റിമെന്റ് സുയിന്റെ പ്രൈസിലും ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളൊരു എക്സ്പെക്ടേഷനിലാണ് നമ്മൾ ഇന്നലെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അത് സെല്ല് ചെയ്യുകയും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തത്. പക്ഷേ സുയിന്റെ പ്രൈസിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഓൾമോസ്റ്റ് ഒരു 10% ആണ് താഴോട്ട് വന്നിട്ടുള്ളൂ. പക്ഷേ സീറ്റസ് ഓൾമോസ്റ്റ് 30% താഴോട്ട് വന്നിട്ടുണ്ട്. സോ ഇപ്പോൾ നിലവിൽ സുയി എന്നുള്ള ടോക്കൺ കംപ്ലീറ്റ് ആയിട്ട് സെല്ല് ചെയ്തിട്ട് ബിറ്റ്കോയിനിലാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. മേ ബി ഞാൻ വരുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ ഒരു ന്യൂസ് കാര്യങ്ങളുടെ എല്ലാം ഇമ്പാക്റ്റ് ഒഴിവായതിനു ശേഷം ഒരു പക്ഷേ സുയിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.
സോ നിങ്ങളും എൻ്റെ അഡ്വൈസ് കേട്ടിട്ട് മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ അഡ്വൈസ് കേട്ടിട്ട് സൂയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് പീരീഡിലോട്ടെങ്കിലും അതിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. ബിറ്റ്കോയിനിൽ കൺവേർട്ട് ചെയ്ത് സേഫായിട്ട് ഇരിക്കുന്നതായിരിക്കും നല്ലത്. സോ ബാക്കിയുള്ള അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോസിലായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫർമേറ്റീവ് ആയി എന്ന് വിശ്വസിക്കുന്നു. ഇൻഫർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.